എല്ലാത്തിനും കാണിച്ചു തരാം. മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറഞ്ഞ സാധനം തന്നെ കൊണ്ടുവന്നല്ലോ. പറങ്കിയണ്ടിയിൽ മാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. നല്ല തെങ്ങും കള്ള് മാറ്റിയ ചാരായം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ആരും അതല്ല അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്ത കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല. ഫ്രണ്ടിൽ ആരും അറിയില്ല മല്ലയ്യ. സൈഡ് റൂമുണ്ട്. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. പ്രസ്റ്റീജ് ആയിട്ട് വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്. പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചു. പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എന്റെ മദറിന്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെൽ എനിക്കറിയാം. എടാ സത്യം പറ, നീ കള്ളു കുടിച്ചോ? ഞാനോ കള്ളു കുടിച്ചെന്നോ? അയ്യേ, സത്യം പറയടാ, കള്ളു കുടിച്ചോ? ഞാൻ കുടിച്ചു. നീയല്ല, ഇവൻ കള്ളു കുടിച്ചോന്ന്. റിയൽ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞു പോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതില്ല അവർക്ക്. കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യന്റെ. ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. നീ തന്നെ എന്നോട് പറയണം. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നത് അവിടെ വെച്ച്. അപ്പൊ ഇതിന്റെ അകത്ത് പോയപ്പോ ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് അനാവശ്യം പറയരുത്. എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയെന്ന് അറിയില്ല, അതൊക്കെ ഞാൻ നോക്കും. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. താഴെ 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ. എന്നിട്ട് അതെടുത്തോണ്ട് പോയി. അപ്പോ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ മുടിയൻ രാജുവിനോടും. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. ഒന്നും വിചാരിക്കില്ലേ മക്കളെ, നമ്മളോടൊന്നും തോന്നല്ലേ.